മോനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരാഴ്ചയായിട്ട് ഇവിടെ ആയിരുന്നു. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ അവരും വന്നു. അപ്പം പോവല്ലേ? അത് നാളെ കരാട്ടയൊക്കെ ഉണ്ട്, ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവനും വൈഫും പോവുക. വൈഫിന് വീഡിയോ ഒക്കെ ചെറിയ മടിയായിട്ട് അവിടെ മാറിയിരിക്കുക. പക്ഷെ അവർ പോവുക കേട്ടോ, പോയിട്ട് വരും കേട്ടോ. തിരുവനന്തപുരത്ത് പോവുക കേട്ടോ, കേട്ടോ. ഓക്കെ. അറിയണം എപ്പോഴാണെന്ന് അറിയണം. സ്കൂട്ടറിലാണ് വന്നത്. ബൈക്ക് സ്കൂട്ടറിലായിരുന്നു, രാത്രി സ്കൂട്ടറിലാണ്. ഓക്കെ ഓക്കെ ശരി. അവർ പോവുകയാണ്, സ്കൂട്ടറിൽ പോവില്ലടാ. രാമനെ വിളിക്കണടാ. അങ്ങനെ വൈഫും മോനും തിരുവനന്തപുരത്തേക്ക് പോയി. ഉച്ചയ്ക്ക് ചോറ്, ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മാങ്ങ ചേർത്ത്, തൈര്. ഇരിക്കച്ച ബാ, ബൈഠോ ബൈഠോ ബൈഠോ. അച്ഛൻ ഞാൻ കഴിക്കാം, എനിക്കിപ്പോൾ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാം. അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. ഒഴിക്കട്ടെ, ഇതൊഴിക്കട്ടെ, ഈ തൈര് ഒഴിക്കട്ടെ, ഒഴിക്കട്ടെ. ആ ഓക്കെ ഓക്കെ. ഈ തൈരും കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാ ചേട്ടോ. മാങ്ങയും കൂടെ വേണം എടുത്തോ. ഇന്ന് മീൻ മേടിച്ചില്ല. കൊള്ളാമോ? ചാ രുചിയുണ്ടോ? ഈ വേണമെങ്കിൽ മാങ്ങയും കൂടി ഇട്ട് കഴിക്കാം കേട്ടോ, കേട്ടോ ചാ. ചാ ഈ മാങ്ങയും കൂടെ എടുത്തിട്ടേ, ഈ മാങ്ങ എടുത്ത് ഈ ഉരുളക്കിഴങ്ങും എടുത്ത് ഇന്ന് വലിയൊരു പാമ്പ്, ഇന്നലെ ഒരു പാമ്പ് അപ്പുറത്തെ വീട്ടിലെ പുരയിടത്ത് വന്നു. അങ്ങനെ ഫോറസ്റ്റുകാരൊക്കെ വന്നു, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കുഞ്ഞമ്മയൊക്കെ കൂടെ അവിടെ നിന്ന് വിളിച്ചു പോയപ്പം ആ ഒരു ചെറിയൊരു പാമ്പ് എൻ്റെ വീടിൻ്റെ മുറ്റത്തുകൂടെ കയറി. നോക്കിയപ്പോഴത്തേക്ക് അവൻ വലിഞ്ഞു കളഞ്ഞു, സൈഡിൽ കൂടെ കയറിപ്പോയി. എങ്ങോട്ട് പോയത് സൈഡിൽ കൂടെ അയ്യത്തോട്ട് കയറിപ്പോയി. ഞാൻ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് അവനെ കാണാനില്ല. പിന്നെ മൂർഖനാണ്. വൈഫും മോനും ഇപ്പം പോയി. ഒരു സ്കൂട്ടറിലാണ് വന്നത്. ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞാനും ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി വന്നിട്ട്. ഇനിയിപ്പോൾ എനിക്ക് ഷൂട്ടിങ് അടുത്ത 3-ാം തീയതി ആവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. നല്ലൊരു ക്യാരക്ടർ കിട്ടി. മെയ്യോട് കൂടി ടെലികാസ്റ്റ് ചെയ്യും. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പറയാമെന്ന് വെച്ചു. അങ്ങനെ ഒരു സ്കൂട്ടറിലാണ് പോയി. അപ്പോൾ അവരും കുറച്ച് നേരമായി പോയിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ കയറി അച്ഛന് ആഹാരം കൊടുത്ത് കണ്ടേ. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ്, അടിപൊളി ഉരുളക്കിഴങ്ങ്. ഞാൻ നല്ലപോലെ സെറ്റ്. അച്ഛന് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് മാങ്ങയുണ്ട് കേട്ടോ അച്ഛാ. അതുപോലെ ഉണക്കമീനുണ്ട്. ഉണക്കമീൻ കൊണ്ട് ഞാൻ പതൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. നല്ല അച്ഛൻ കഴിക്കും. ഉണക്കമീൻ ഇടട്ടെ? ഉണക്കമീൻ എന്താ കരിവേപ്പില അച്ഛൻ? അതെന്തോ പറയോ? അതെന്തോ അത് അച്ഛാ? അത് ഉണക്കമീനില്ലേ? ഉണക്കമീൻ്റെത്. അത് കഴിച്ച കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അത് ഉണക്കമീൻ. അത് അച്ഛാ അത് കഴിച്ചോ അച്ഛാ? നല്ല അച്ഛാ. അച്ഛാ ഉണക്കമീനാ അച്ഛാ? ഉണക്കമീനത്. അത് കഴിച്ചോ? ഈ മാങ്ങയും കൂടെ എടുക്ക്. നല്ല മാങ്ങയല്ലേ?
ബൈജു ഞാൻ ഷൂട്ടിന് പോയ സമയത്ത് എല്ലാ ദിവസവും ബൈജു ആയിരുന്നു ഇവിടെ. പിന്നെ ബൈജുവിൻ്റെ അമ്മയും വന്നായിരുന്നു ഇവിടെ. അമ്മ ഒരു 3-4 അവൻ്റെ കൂടെ ബൈജുവിൻ്റെ കൂടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു വീട്ടിൽ. പിന്നെ അന്നേരം അച്ഛന് ഒരു കുഴപ്പമില്ലായിരുന്നു, അച്ഛൻ സുഖമായിട്ടായിരുന്നു വീട്ടിൽ. പിന്നെ എപ്പോഴും വീഡിയോ കോൾ വിളിച്ച് കാണിക്കുമായിരുന്നു അച്ഛനെ. ഞാൻ കുറേ നാളിന് ശേഷം ആദ്യമായിട്ടാണ് അച്ഛൻ ഇത്രയും ദിവസം മാറിയിരിക്കുന്നത്. ഇല്ല അച്ഛാ ചോ കുഴപ്പമില്ല, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അച്ഛാ ആ ഉണക്കമീനോട് കഴിക്കച്ചാ, നല്ല രുചിയില്ലേ അത്? താടിയൊക്കെ ഉടനല്ലേ? ഇത് വീണ്ടും പൈപ്പിൻ്റെ ആ മറ്റേ സുനാപ്പി പൊട്ടിച്ച് അച്ഛൻ ഇളക്കി കളഞ്ഞു. പിന്നെ വീണ്ടും തൊട്ടിച്ച് റെഡിയാക്കി വെച്ചേക്കുക. ഇല്ല അച്ഛാ അച്ഛാ ഇല്ലേ? ശരികൂടെ തൈര് തരട്ടെ അച്ഛാ? ശരികൂടെ തൈര് തരട്ടെ? എവിടെ? തൈരുണ്ട്, വേണോ? ഓ വേണ്ട, താല്പര്യമൊന്നുമില്ല. നല്ലല്ലേ? സൈസ് ഉള്ളതുണ്ട്. അത് ഞാൻ നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു, കാന്താരി ചമ്മന്തി ആയിരുന്നു. ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അച്ഛാ കഴിച്ചോ? ഓ അത് വേണ്ടേ? ഇഷ്ടമല്ലേ? അത് കഴിച്ചോ, നല്ല അത്. ഈ മാങ്ങയും നല്ലതാണ്, നല്ല നാട്ടുമാങ്ങ. ഞാൻ വയ്ക്കും. അച്ഛൻ നല്ലപോലെ കഴിച്ചു. ഞാൻ തുറന്നു തരാം. ഞാൻ ഇപ്പോൾ അടിയിൽ നിന്ന് പൂട്ടി വെച്ചേക്കും, അല്ലെങ്കിൽ അച്ഛന് വെള്ളം എളുപ്പെടുത്ത് കളയും. അപ്പം അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കാലത്തെ ആഹാരം കഴിഞ്ഞില്ലോ അച്ഛാ? ഇനി കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തോണം കേട്ടോ. കുറച്ച് നേരം പോയി കിടക്കണം. വാ കഴിവിയോ? അത് കഴിവുണ്ടോ? ഞാൻ കഴിവിട്ടുണ്ട്. നമ്മുടെ കഴിവുണ്ടോ അച്ഛാ? വേണ്ട, കുഴപ്പമില്ല. വാ ഇനി വാ, അത് കഴിവിട്ട് വാ. ഇനി വാ, അത് ഇടയ്ക്ക് അതങ്ങ് അടച്ചേക്ക് കേട്ടോ. മതി, മുഖമൊക്കെ ഒന്ന് കഴിവിക്കും.